ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. സോ ഞാനും ഹെസ ബേബി എങ്ങനെയുണ്ട് ഗായ്സ്? എങ്ങനെയുണ്ട് നോക്കൂ. വ്യൂവേഴ്സിനൊന്ന് അവ കൊടുക്കൂ. ഹെസ ബേബി അവ കൊടുക്ക്. സോ ഗായ്സ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾക്ക്. ഇന്ന് ഞങ്ങൾ മെയിൻലി കുറച്ച് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ പോവാണ് ഇവിടെ വീട്ടിൽ. സോ എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ കിച്ചൺ. ഒരു മിനിറ്റ് കാണിക്കാവേ. സോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് മട്ടൻ കറാഹി ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഇതിലെന്തൊക്കെ ചേർത്തിട്ടുള്ളത് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. ആദ്യം തന്നെ അപ്പോൾ ഗൈസ്, ഇത് എൻ്റെ ഒരു പുതിയ ചാനലാണ്. ഈ ഒരു ചാനൽ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ കുക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കറിയാവുന്നുള്ള രീതിയിൽ ഞാൻ പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടുള്ള സംഭവങ്ങളായിരിക്കും ഞാൻ ഈ ഒരു ചാനലിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ഏറ്റവും എളുപ്പത്തിന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയുന്ന കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു എന്താ പറയുക, കുക്കിംഗ് ചാനലായിട്ട് ചെയ്യാനാണ് എനിക്ക് ആ ഒരു ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തത്, സെപ്പറേറ്റ് ആയിട്ട്, ഓൾട്ടർനേറ്റ് ആയിട്ട്. അപ്പോൾ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കൊടുത്തിരിക്കാം. അപ്പോൾ കുക്കിംഗ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാർ, അതേപോലെ നോക്കിയിട്ട് കുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. അതേപോലെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കണ്ടൻറ്റിലേക്ക് ബാക്ക് ടു നോർമൽ എന്ന് പറഞ്ഞ പോലെ തിരിച്ചു വരാം. പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പേഴ്സണലി നല്ല അടുപ്പമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നല്ല ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫാമിലി മെമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു നോമ്പ് തുറ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ വിഭവങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ ടേബിളിൽ നിരത്തിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കടികൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എന്ന്. എന്നാൽ അതല്ല കേട്ടോ സത്യം. ഈ കടികളൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അതേപോലെ പൊറോട്ടയും ചപ്പാത്തിയും ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ബാക്കി ഐറ്റംസൊക്കെ ഞങ്ങളിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. മട്ടൻ കറി, അതേപോലെ ഫിഷ് കറി, പിന്നെ ഈ ഒരു നൂൽപുട്ട്, പിന്നെ പുട്ട്, പിന്നെന്താ ജ്യൂസും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. പിന്നെ അതേപോലെ ഫിഷ് ഫ്രൈയും ഈ ഒരു ചിക്കൻ ഫ്രൈയും ഒക്കെ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. എനിക്കൊരു കുഞ്ഞുവാവ ഉള്ളത് കാരണം എനിക്ക് പരിമിതികളുണ്ട്. അല്ലെങ്കിലും ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ കുറച്ച് പുറകോട്ടാണ് ഗൈസ്. എനിക്ക് അത്ര നന്നായിട്ടൊന്നും സ്നാക്സ് ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പോൾ ഈ ഒരു വിഭവങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ആ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളതെല്ലാം ഒന്ന് പോയി കാണുക കേട്ടോ. എന്തായാലും ഈ ഒരു ചാനലിൽ തന്ന അതേ സപ്പോർട്ട് നിങ്ങൾ അതിലും തരിക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.